മെത്തഡോളജി ഫോർ സ്റ്റഡിയിങ് ലോക്കൽ സെൽഫ് ഗവേണൻസിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ആദ്യമായിട്ട് എന്താണ് ഡാറ്റ കളക്ഷൻ എന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്നും അതിലേതൊക്കെ ഡാറ്റ കളക്ഷനാണ് ലോക്കൽ സെൽഫ് ഗവേണൻസിനുള്ളത് എന്നും പറഞ്ഞിട്ട് നമുക്കതിലെ ഓരോ ഡാറ്റ കളക്ഷൻ മെത്തേഡുകളും പറയാം. ഡാറ്റ കളക്ഷൻ ഗവേഷണത്തിൻ്റെ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനും ഹൈപ്പോത്തിസിസ് പരീക്ഷിക്കുന്നതിനും ഗവേഷകൻ എല്ലാ ഉറവിടങ്ങളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്ന രീതിയാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഡാറ്റകളാണുള്ളത്. ഒന്ന് പ്രൈമറി ഡാറ്റ, മറ്റൊന്ന് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് യഥാർത്ഥ ഉറവിടത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അത് നമ്മൾ ശേഖരിക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത് സർവേ വഴി, ഒബ്സർവേഷൻ വഴി, എക്സ്പെരിമെൻ്റ് വഴി, ക്വസ്റ്റിനെയർ വഴി, പേഴ്സണൽ ഇൻ്റർവ്യൂസ് വഴി തുടങ്ങിയവ വഴിയാണ്. മറ്റൊന്ന് സെക്കൻഡറി ഡാറ്റയാണ്. മറ്റൊരാൾ തൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കോ മറ്റോ ശേഖരിക്കുന്ന, അതുപോലെ അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റ ഗവേഷകർ നേരിട്ട് ശേഖരിക്കുന്നതാവില്ല, മറിച്ച് അത് ഗവൺമെൻറ് റെക്കോർഡുകളും വെബ്സൈറ്റുകൾ, ബുക്കുകൾ തുടങ്ങിയ റെക്കോർഡുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പ്രാദേശിക സ്വയംഭരണത്തെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഡാറ്റ ശേഖരിക്കുമ്പോൾ സർവേ, ഷെഡ്യൂൾ, ക്വസ്റ്റിനെയർ, ഒബ്സർവേഷൻ തുടങ്ങിയ പ്രാഥമിക ഡാറ്റയും അതുപോലെ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്, ബുക്സ്, ജേണൽസ്, ആർട്ടിക്കിൾസ് ഇൻ റെക്കോർഡ്സ് തുടങ്ങിയ ദ്വിതീയ സെക്കൻഡറി ഡാറ്റയും ഉപയോഗിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോകളിൽ സർവേ മെത്തേഡ് വഴി എങ്ങനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ ശേഖരിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മറ്റ് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ വഴി എങ്ങനെയാണ് ഡാറ്റ ശേഖരിക്കുന്നത് നോക്കാം.